ഉൽപ്പത്തി 1:2 ആരെങ്കിലും വായിച്ചോ? ദൈവത്തിന്റെ ചൈതന്യം എന്തായിരുന്നു? അത് എന്തായിരുന്നു? ദൈവത്തിന്റെ ചൈതന്യം എന്ന് പറഞ്ഞാല് ആരാ? ആരാ പറഞ്ഞേ? ആരാ? പരിശുദ്ധാത്മാവ്. ഭൂമി രൂപരഹിതമായിരുന്നു, ആഴിക്കുമേൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മേൽ ചലിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, രൂപരഹിതമായ ഒരു ഭൂമിയെ ഈ കാണുന്ന രൂപത്തിലാക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം അന്നു മുതൽ ഇന്നും അനുസൃതം പ്രവഹിക്കുന്നുണ്ടെങ്കിൽ 25 മിനിറ്റ് കൊണ്ട് നമ്മളെ ചൊല്ലിക്കൂട്ടുന്ന ജപമാലയിൽ പരിശുദ്ധാത്മാവല്ലാതെ പിന്നെ ആരാണ് പ്രവർത്തിക്കുക? ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഒരുപക്ഷെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെയെല്ലാം രൂപരഹിതമായി കിടക്കുന്ന നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം, നമ്മുടെ തലമുറകൾ അനുഗ്രഹമാകുവാൻ എന്ത് ചെയ്താൽ മതി? ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ. സ്വരമുയർത്തിന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാ മക്കളെ നിങ്ങളോടെല്ലാം പറയണേ, രാത്രി 7 മണിയാവുമ്പോൾ ദൈവം സന്ദർശിക്കുന്ന സമയമാണെന്ന് വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുക. രാത്രി 7 മണിയാവുമ്പോൾ ഇന്ന് നമുക്കറിയാം നമ്മുടെ കുടുംബ പ്രാർത്ഥനയെല്ലാം എന്താ മെയിനായിട്ട്? എന്താ? ജപമാലയാണ് അല്ലേ? രാത്രി 7 മണിയാകുമ്പോൾ ജപമാലകളിൽ കുടുംബങ്ങളിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നതിന്റെ കാരണം ഇതാ. ഇന്ന് ഞാൻ തുടക്കത്തിലെ പറഞ്ഞു, ഇന്ന് ഈ പ്രാർത്ഥനയെല്ലാം ഇല്ലാതാക്കാനായിട്ട് ചില അന്ധകാര അരൂപികൾ ഈ കാലഘട്ടത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ വ്യക്തിപരം ഞാൻ പറഞ്ഞില്ലേ, എന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ സത്യമാണ്. ഞാൻ ചൊല്ലിക്കൂട്ടിയ ജപമാലകൾ ചങ്ക് പൊട്ടി ധ്യാന കേന്ദ്രത്തിന്റെ പുറകിലിരുന്ന് പാവട്ടി പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഇൻഹേലർ ഡോക്ടർ പറയാ മാസങ്ങളോളം വർഷങ്ങളോളം ഇൻഹേലർ വലിക്കണമെന്ന് പറഞ്ഞ എന്നെ ഡോക്ടർ 3-4 മാസം കൊണ്ട് ഇൻഹേലർ വലിക്കുന്നതിൽ നിന്ന് നിർത്തി. എനിക്കറിയാം ഈ പ്രാർത്ഥനയുള്ള അന്ന് ഞാൻ ഇതിന്റെ അർത്ഥവും വ്യാപ്തിയും ഉയരുമെന്ന് ഞാൻ അളക്കാൻ പോലും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു, ഈ ജപമാലയിൽ അടങ്ങിയിരിക്കുന്ന ദൈവിക സാന്നിധ്യം എന്താണെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ എല്ലാം സർക്കാർ മുറികളിൽ 7 മണിയാകുമ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ശക്തി ഇല്ലാതാക്കാനായിട്ട് ഇന്ന് സീരിയലുകളും റിയാലിറ്റി ഷോകളും നമ്മളെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളുമായിട്ട് TV തോറും നമ്മൾ കാണുമ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങൾ തിരിച്ചറിയണമേ, അതൊന്ന് അവസാനിച്ച് കിട്ടാൻ ചിലപ്പോൾ ഒരുപക്ഷെ 9-10 മണിയൊക്കെ ആവും. പിന്നെ പ്രാർത്ഥനയ്ക്ക് എവിടെ സമയം? പ്രാർത്ഥനയ്ക്ക് പിന്നെ എവിടെ സമയം? കുടുംബങ്ങൾ തകരുകയാണ്, ജീവിതങ്ങൾ തകർന്നു പോയാ. നിങ്ങളെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു, 30 ദിവസം ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഈ ഒരു ജപമാല ദിവസം ചൊല്ലി പ്രാർത്ഥിച്ചോ, എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം. കാരണം അത്രമാത്രം പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം ഈ ജപമാല പ്രാർത്ഥനയിൽ ഈ ലോകത്തെ ഇന്നും ഈ നിമിഷം വരെ ഇപ്പോൾ ലോകത്തെ ചലിപ്പിക്കുന്നുവെങ്കിൽ പ്രിയ കുട്ടികളെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം പരിശുദ്ധമ്മ വഴി തന്നിരിക്കും. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. രണ്ടാമത് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. മാതാവിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് അല്ലെ? പരിശുദ്ധമ്മയിൽ ആരാ നിറഞ്ഞേ? സ്വർഗത്തിന്റെ ദൂതൻ ഭൂമിയിലെ സാധാരണക്കാരിയ ഒരു സ്ത്രീയുടെ അരികിലേക്ക് ഒരിക്കൽ കടന്നു വന്നിട്ട് എന്താ പറഞ്ഞേ? ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. അതുവഴി എന്തായി? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഉദരത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധമ്മ ഇപ്രകാരം ഉദ്ഘോഷിക്കുന്നു, എല്ലാം അങ്ങനെയാവട്ടെ. അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയാണ് പരിശുദ്ധമ്മ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധമ്മ എവിടെയെല്ലാം പരിശുദ്ധമ്മയോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ അവിടെ ത്രിത്വത്തിന് പരിശുദ്ധാത്മാവിന് വരാതിരിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. അഭിഷേകത്തോട് പറഞ്ഞ ഹല്ലേലൂയ. പരിശുദ്ധം. അതാണ് കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് നടന്നത്. അവിടെ അമ്മയുള്ളടുത്ത് ആരുണ്ടായിരുന്നു? ഈശോ ഉണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിലെല്ലാം ത്രിത്വം ദൈവകൃപയാൽ നമ്മളെ നിറയ്ക്കുമെന്നുള്ളതാണ് ഈ ജപമാലയുടെ ഏറ്റവും വലിയ ശക്തി. ദൈവം കൈയൊപ്പ് ചാർത്തിയ പ്രാർത്ഥന, സ്വർഗം ഭൂമിയെ തൊട്ട പ്രാർത്ഥന. എന്ത്? ജപമാല. ഹല്ലേലൂയ. സ്വരമുയർത്തുന്ന പറഞ്ഞ ഹല്ലേലൂയ. അഭിഷേകത്തോട് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓരോ സർവശക്തിയുടെ ഹല്ലേലൂയ. 1945 ഓഗസ്റ്റ് 7, 9, 2 തീയതികളിലായിട്ട് അമേരിക്ക എന്ത് ചെയ്തു? ഒരു സംഭവം നിങ്ങൾ ചരിത്രമെല്ലാം പഠിച്ചിരിക്കുന്നവരല്ലേ?
ഉറങ്ങുന്നവരെന്ന് പറഞ്ഞ ഹല്ലേലൂയ ആരുമില്ല. ഓക്കെ, നല്ല ശ്രദ്ധിക്കുന്നുണ്ട്. 1945 ഓഗസ്റ്റ് 7, 9 2 തീയതികളിലായിട്ട് അമേരിക്ക ഈ ലോകത്തിൽ ഒരു സംഭവം ചെയ്തു. എന്തായിരുന്നു? ആർക്ക് പറയാൻ പറ്റും? ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഒന്നുണ്ടോ എന്ന് പറഞ്ഞ് ഇല്ല അല്ലെ. ജപ്പാനിലെ ഹിരോഷിമ നാഗസാക്കി എന്ന് പറയുന്ന സ്ഥലത്ത് എന്ത് ചെയ്തു? ഇത്ര ക്ലൂ തന്നിട്ടും പറയാൻ പറ്റില്ല. ആറ്റം ബോംബിട്ടു. ഹല്ലേലൂയ. പ്രിയ കൂട്ടുകാരെ, ദാരുണമായി കൊല്ലപ്പെട്ടത് 1,30,000 ജീവനുകൾ. അതിന്റെ റേഡിയേഷൻ മൂലം നിരവധി ജീവനുകളും ജീവജാലങ്ങളും ചത്തൊടുങ്ങി. എന്നാൽ അവിടെ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട 4 ഈശോ സഭാ വൈദികരെ, ആ വൈദികരെ ശുശ്രൂഷിച്ച 200ഓളം ഡോക്ടർമാര് പറഞ്ഞു, ഇനി ഇവരുടെ ജീവൻ കൂടി വന്നാൽ ഒരാഴ്ച മാത്രം. പ്രിയ കൂട്ടുകാരെ, എന്തിനേറെ പറയുന്നു, ചരിത്രം ഇന്നും പറഞ്ഞു വെക്കുന്നു. ഈ ദാരുണ സംഭവത്തിന്റെ 30ാം സ്മരണ ഓർക്കുന്ന ദിവസം അതിലൊരു ഈശോ സഭാ വൈദികൻ ലോകത്തോട് ജപമാല കരങ്ങളിൽ ഉയർത്തിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, അത് സമയങ്ങളിൽ, ആ നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അത്ഭുതകരമായി ഞങ്ങൾ രക്ഷപ്പെട്ടത് എന്ന്. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. വീണ്ടും 1956 മറ്റൊരു സംഭവം നടക്കുകയാണ് ലോകത്ത്. 1956 നമ്മുടെ അമേരിക്ക, റഷ്യ പോലുള്ള പവർ അറ്റോമിക്, അതായത് ആറ്റം ബോംബിലെല്ലാം പ്രശസ്തിയേറ്റ രാജ്യങ്ങളാണ് ഏത്? ഈ അമേരിക്ക, റഷ്യ പോലുള്ള രാജ്യങ്ങൾ. അങ്ങനെ അവരുടെ വെസ്റ്റേൺ അംബാസഡർ ഒരു മീറ്റിംഗ് അവിടെ നടക്കുകയാണ്. ആ മീറ്റിംഗിൽ വെച്ച് USSRന്റെ പ്രതിനിധിയായ റഷ്യ, ഈ റഷ്യ ഉൾപ്പെടുന്ന രാജ്യം USSRന്റെ പ്രസിഡന്റ് നികിത ഇപ്രകാരം ലോകത്തെ വെല്ലുവിളിക്കുകയാണ്, അമേരിക്ക പോലുള്ള രാജ്യം ഞങ്ങളെ മുമ്പിൽ മുട്ടുമടക്കണം, ഞങ്ങളെ അനുസരിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ അവരെ വെച്ചേക്കില്ല. നമുക്കറിയാം, ഒരു കാലത്ത് റഷ്യ പോലുള്ള രാജ്യം കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണ്. ഈശ്വര സാന്നിധ്യം തൊട്ടു തീണ്ടിയിട്ടില്ല, അവർ പറഞ്ഞാൽ ചെയ്യും. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. എന്റെ പ്രിയ കൂട്ടുകാരെ, ലോകരാജ്യങ്ങൾ ഞെട്ടി, അമേരിക്ക പോലും. കാരണം അവർ പറഞ്ഞ ചെയ്യും, വെട്ടൊന്ന് മുറി രണ്ട്. എന്തിനേറെ പറയുന്നു, ലോകരാജ്യങ്ങൾ ഞെട്ടി. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. അന്നത്തെ നമ്മുടെ മാർപ്പാപ്പ ജപമാല കരങ്ങളിൽ എടുത്തുകൊണ്ട് ലോകത്തോട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, മറ്റൊരു വഴിയുമില്ല, ജപമാല ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിക്കുക. ചരിത്രം പറഞ്ഞു വെക്കുന്നു, മാർപ്പാപ്പയ്ക്ക് ഇങ്ങനെ പറയാനുള്ള ഒരു കാരണമുണ്ട്. 1917 പോർച്ചുഗലിലെ ഫാത്തിമയിൽ വെച്ച് 3 കുട്ടികളോട് പരിശുദ്ധമ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറഞ്ഞു, ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മൂന്നാമതൊരു കാര്യം കൂടെ പറഞ്ഞു, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് റഷ്യയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. 3 കാര്യങ്ങളാണ് പറഞ്ഞത് പരിശുദ്ധമ്മ. 1917 ഫാത്തിമയിൽ വെച്ച് ഇപ്രകാരം പറഞ്ഞു, പ്രിയ മക്കളെ, നിങ്ങൾ ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, റഷ്യയെ എന്റെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. പ്രിയ കൂട്ടുകാരെ, ചരിത്ര സാക്ഷിയാണ്. 1984 നമ്മുടെ ജോൺ പോൾ 2 മാർപ്പാപ്പ റഷ്യയെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രാർത്ഥിച്ചു. പിന്നെ ചരിത്രം പറഞ്ഞു വെക്കുന്നു, റഷ്യയുടെ ആണവ നിലയം തകർന്ന് തരിപ്പണമായി. അന്നത്തെ പ്രതിരോധ മന്ത്രി വലിയ വെല്ലുവിളിയെല്ലാം നടത്തിയിരുന്നു, ഞങ്ങൾ അവരെ കൊല്ലും ഇവരെ കൊല്ലും. ഈ പ്രതിരോധ മന്ത്രി ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയാണ്. പിന്നെ ചരിത്രം പറഞ്ഞു വെക്കുന്നു, അന്നത്തെ പ്രസിഡന്റ് മിഖായിൽ ഗോർബച്ചേവിന്റെ മാനസാന്തരമാണ് നടക്കുക. അതുകൂടി റഷ്യ മാനസാന്തരത്തിലേക്ക് കടന്നു വരിക. ഇന്ന് ലോകത്തിന് മുമ്പിൽ തലയുയർത്തി പിടിച്ചു നിൽക്കുന്ന ഈശ്വര വിശ്വാസമുള്ള രാജ്യമായിട്ട് റഷ്യ മാറുകയാണ്. ജപമാലയുടെ ശക്തി ഇളക്കമാണ്, ചലിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ജപമാലയിൽ ഉടനീളമുണ്ട്. ഹല്ലേലൂയ. സ്വരമുയർത്തി എന്ന് പറഞ്ഞ ഹല്ലേലൂയ. അഭിഷേകത്തിൽ എന്ന് പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, 1571 ഓട്ടോമൻ തുർക്കി നമ്മുടെ യൂറോപ്യൻ രാജ്യത്തെ, ക്രിസ്ത്യൻ രാജ്യത്തെ ആക്രമിക്കുന്ന സമയത്ത് പാരീസിനടുത്തുള്ള ലൊപ്പന്റൈൻ കടലിടുക്കുകളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ സൈന്യം അതിശക്തമാണ്, നമ്മുടെ സൈന്യം തീരെ ചെറുതും, കീഴ്പ്പെടുത്തുന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിയപ്പോൾ അന്നത്തെ 5ാം പീയൂസ് മാർപ്പാപ്പ
മറ്റൊന്നും പറഞ്ഞില്ല. നമുക്കിനി ഒരു മാർഗവുമില്ല. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിക്കുക. 48 മണിക്കൂറിനകം ക്രിസ്ത്യൻ സൈന്യത്തെ വകവരുത്തുവാൻ അതിശക്തമായി മുന്നേറിക്കൊണ്ടിരുന്ന യൂറോപ്യൻ ഓട്ടോമൻ തുർക്കി സൈന്യം തകർന്ന് അവിടെ വീഴുകയാണ്. അന്ന് ആഞ്ഞടിച്ച കൊടുങ്കാറ്റിൽ ആ സൈന്യം പാടെ ഇല്ലാതായി. അതിന്റെ വിജയ സൂചകമായിട്ടാണ് നമ്മൾ ഒക്ടോബർ 7-ാം തീയതി ലേഡി ഓഫ് വിക്ടറി ജപമാല രാജ്ഞിയുടെ വിജയം സഭ ഔദ്യോഗികമായിട്ട് ഇന്നും ഈ നിമിഷവും കൊണ്ടാടുന്നത്. ചരിത്രം പറഞ്ഞു വെക്കുന്ന പ്രിയ കൂട്ടുകാരെ, പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം ഈ ജപമാലയിൽ ഉടനീളം നിന്ന് ചലിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് ലോകത്തിൽ എവിടെയെല്ലാം ഒരുമിച്ചിരുന്ന് ഗ്രൂപ്പായോ വ്യക്തിപരമായോ പള്ളികളിൽ ഇരുന്നോ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഇരുന്നോ ഇവിടെ ഇരുന്നോ വീടുകളിൽ ഇരുന്നോ നിങ്ങൾക്ക് സാധിക്കുന്ന സമയങ്ങളെല്ലാം മാതാവിനോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ ദൈവാത്മാവിനാൽ ദൈവകൃപ നമ്മളിലേക്ക് നിറയും. അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയ കൂട്ടുകാരെ, ഇന്നും ഈ നിമിഷവും ദൈവത്തിന്റെ പ്രവാചകന്മാര്, മാർപ്പാപ്പന്മാര്, വിശുദ്ധാത്മാക്കളുടെ കൂടെ പിറപ്പായിരുന്നു ജപമാല. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. സർവശക്തിയോട് പറഞ്ഞ ഹല്ലേലൂയ. വീണ്ടും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ദൈവവചനങ്ങൾ കൂട്ടിച്ചേർത്ത ഒരു മാലയാണ് എന്ത് ജപമാല. നമ്മുടെ വിശുദ്ധ ചാവറപ്പിതാവ് ഇപ്രകാരം പറയുന്നുണ്ട്, വിശുദ്ധ ബലി കഴിഞ്ഞാല് രണ്ടാമത്തെ വിശുദ്ധ ബലി തർപ്പണം നടക്കേണ്ട വേദികളാണ് നമ്മുടെ കുടുംബങ്ങൾ. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ദൈവവചനങ്ങൾ കൂട്ടിച്ചേർത്ത മാലയാണ് എന്ത് ജപമാല. ദൈവവചനം ആവർത്തിച്ച് ഉരുവിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയാമോ? ജപമാലയിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കുന്നു. എന്താണ്? ദൈവവചനം ആവർത്തിച്ച് ഉരുവിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളില് എന്താ സംഭവിക്കുക? നമുക്കറിയാം, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായം ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവവചനത്താൽ ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടു. സൃഷ്ടിയുടെ ആരംഭം തന്നെ ദൈവവചനത്തിലാണ്. വെളിച്ചമുണ്ടാകട്ടെ, ഉണ്ടായി. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, യേശുനാമത്തിൽ സംഭവിക്കട്ടെ. വചനമാണ് അവിടെ സംഭവിച്ചു. 5 അപ്പം 5000 പേർക്ക് കൊടുത്ത വചനം, അന്ധന്റെ കണ്ണിന് കാഴ്ച കിട്ടിയ വചനം, കുഷ്ഠരോഗി സുഖപ്പെടുത്തിയ വചനം, തലീതാകും ബാലിയെ നീ എഴുന്നേൽക്ക് എന്നരുളി ചെയ്ത വചനം. ദൈവവചനത്തിൽ എന്തും പറയുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. എന്റെ പ്രിയ കൂട്ടുകാരെ, നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ജപമാല 25 മിനിറ്റ് കൊണ്ട് നമ്മൾ ഇതിൽ ചൊല്ലിക്കൂട്ടുന്ന ദൈവവചനങ്ങൾ എത്രയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറയുന്നവർക്ക് എന്റെ സമ്മാനമുണ്ട്. എത്ര വചനമുണ്ട് ഈ ഒരു ജപമാല? എത്ര വചനമുണ്ട്? എത്ര പേർക്ക് പറയാൻ പറ്റും? പറയുന്നവർക്ക് സമ്മാനമുണ്ട്. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. 200-ലധികം ദൈവവചനങ്ങൾ ഒരുമിച്ച് ചേർത്ത മാലയാണ് എന്ത് ജപമാല. ഞാൻ തെളിയിച്ചു തരാം. ഹല്ലേലൂയ. 200-ലധികം ദൈവവചനങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കുന്ന മാലയാണ് എന്ത് ജപമാല. ദൈവവചനത്താൽ ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടു, സൃഷ്ടിയുണ്ടായി. ഇന്നും യേശുനാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ എന്റെ പ്രിയ കൂട്ടുകാരെ, 200-ലധികം ദൈവവചനങ്ങൾ നമ്മൾ ഉരുവിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സ്, ശരീരവും ആത്മാവും എന്ത് ചെയ്യുന്നു? വിശുദ്ധീകരിക്കപ്പെടുന്നു. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. ഞാനിനി നിങ്ങളെ കുറച്ച് സമയത്തിലേക്ക് ഈ വചനത്തിൻ്റെതുമായിട്ട് കൊണ്ടുപോവുകയാണ്. അതിനുള്ള സമയമുള്ളൂ നമുക്ക്. 200-ലധികം വചനങ്ങൾ നമ്മൾ കണ്ടെത്തുകയാണ് കേട്ടോ. ഒരു ജപമാല നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്നാലേ എനിക്ക് തിരിച്ച് അങ്ങോട്ട് മറുപടി തരാൻ പറ്റുള്ളൂ. ശരി, നമ്മൾ ജപമാല ആദ്യം എന്ത് ചെയ്യും? ജപമാല കാര്യങ്ങളെടുത്ത് എന്ത് ചെയ്യും? പിതാവിനെ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അളവില്ലാത്ത സകല നന്മ. ഈ ജപമാലയിൽ അടങ്ങിയിരിക്കുന്ന, ഇന്ന് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സഭ 2026 വർഷമായിട്ടും പാരമ്പര്യമായിട്ടും വിശുദ്ധാത്മാക്കളുടെ പുണ്യം ചെയ്ത് സുഹൃത്ത് നേടിയ പ്രാർത്ഥനകൾ ശക്തമായിട്ട് നമ്മൾ ഉരുവിടുമ്പോൾ പ്രിയ കൂട്ടുകാരെ, ഇന്ന് ലോകത്തിൽ അത്ഭുതങ്ങൾ ചലിക്കുന്നു. ഇന്ന് ലോകത്തെ ചലിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയായിട്ട് ജപമാല മാറിയെങ്കിൽ ഈ ജപമാലയിൽ അടങ്ങിയിരിക്കുന്ന പ്രാർത്ഥനകളെ കുറിച്ചുകൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ബോധ്യം ഉണ്ടാവണം.
ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. നമ്മൾ അതിനുശേഷം എന്ത് ചെയ്യും? വിശ്വാസ പ്രമാണം ചൊല്ലി അല്ലേ? വിശ്വാസ പ്രമാണത്തെ കുറിച്ച് സഭ പഠിപ്പിക്കുന്നു. സഭയുടെ ഏറ്റവും വലിയ ഡെലിവറൻസ് പ്രാർത്ഥനയാണ് എന്ത്? വിശ്വാസ പ്രമാണം. വിശ്വാസ പ്രമാണം. സഭയിലുള്ള വിശ്വാസം നമ്മൾ അടിയുറച്ച് ഏറ്റുപറയുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു. സഭയുടെ ഏറ്റവും വലിയ ഡെലിവറൻസ് പ്രാർത്ഥനയാണ് എന്ത്? വിശ്വാസ പ്രമാണം. ഹല്ലേലൂയ. രണ്ടാമത് നമ്മൾ എന്താ ചെയ്യാം? ഒന്ന് പറഞ്ഞോ, തെറ്റിയാലും കുഴപ്പമില്ല. ഇനി ജപമാല ചൊല്ലാനും പഠിപ്പിക്കുന്ന ദൈവമേ, അതിനു വേണ്ടിയിട്ടാണോ ധ്യാനത്തിന് വന്നേ? അല്ല അല്ലെ? രണ്ടാമത്തെ പ്രാർത്ഥന എന്താ? സ്വർഗസ്ഥനായ ഞാൻ രണ്ടാമത് പറഞ്ഞു, സ്വർഗം കയ്യൊപ്പിട്ട് ചാർത്തിയ പ്രാർത്ഥനയാണ് എന്ത്? ജപമാല. സ്വർഗത്തിന്റെ കയ്യൊപ്പി പ്രാർത്ഥനയിലുണ്ട്. അതിനുള്ള തെളിവാണ് ഈ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് കർത്തൃ പ്രാർത്ഥനയാണ്. കർത്താവ് തന്റെ ശിഷ്യന്മാരെ നേരിട്ട് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് എന്ത്? 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 സ്വർഗസ്ഥനായ പിതാവ്. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. അഭിഷേകത്തോടെന്ന് പറഞ്ഞ ഹല്ലേലൂയ. ഇതിൽ എത്ര വചനങ്ങളുണ്ട്? ബൈബിളിൽ കാണാൻ പറ്റുമോ? എന്താ ദൈവമേ, ഉള്ളിക്കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ച എല്ലാവരും അതുപോലെ ഇരിക്കണം. എന്റെ ഇതിൽ എത്ര വചനങ്ങളുണ്ട്? ബൈബിളിലുള്ളതാണോ? അതൊന്ന് ചോദിച്ചു നോക്കട്ടെ. എന്താ ഒന്നും മിണ്ടുന്നില്ലല്ലോ ദൈവമേ, അന്തം വിട്ട പെരിച്ചാണിനെ പോലെ. സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ബൈബിളിലുണ്ടോ? ഉണ്ടോ? ഉറപ്പല്ലേ? എവിടെയത്? എടുക്ക് ബൈബിൾ എടുക്ക്. വെറുതെ ഇരിക്കേണ്ട എല്ലാവരും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങൾ ഒന്ന് വായിക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങൾ ഒന്ന് വായിക്കേ. ചേട്ടന്മാർ ആരെങ്കിലും ഒന്ന് വായിച്ചോ? ഇല്ലെങ്കിൽ കിട്ടിയവർ ആദ്യം വായിക്കേ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കേ. ആരെങ്കിലൊക്കെ വായിക്കേ. എത്ര വചനമുണ്ട് അതില്? എത്ര വചനമുണ്ട്? കാൽക്കുലേറ്റർ എത്ര? 5 വചനം അല്ലേ? ഉറപ്പല്ലേ? സംശയമുണ്ടോ? ഇനി ചോദിച്ചേക്കരുത്, സംശയമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു ജപമാലയിൽ നമ്മൾ എത്ര സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലും? എത്ര? കാൽക്കുലേറ്റർ 6. അപ്പൊ എത്ര വചനമായി? 6 × 5 എത്ര വചനമായി? നിങ്ങൾ തന്നെ പറയാം, എത്ര വചനമായി? 30 വചനം. ഒരു ജപമാലയിൽ 30. ഞാൻ പറഞ്ഞു 200-ലധികം വചനങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കാൻ പോവാണ്. അടുത്തതാണ്. അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത് നമ്മൾ എന്താ പ്രാർത്ഥിക്കാം? അടുത്ത പ്രാർത്ഥന അല്ലല്ലോ. സ്വർഗസ്ഥനായ പിതാവ് കഴിഞ്ഞ അടുത്ത പ്രാർത്ഥന നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന അല്ലേ? ഓക്കെ, അത് വചനമാണോ? തെളിവുതാ. എവിടെയാണ്? വേണ്ട. ലൂക്ക 1:28 വേഗെടുത്ത്. ലൂക്ക 1:28. എടുത്തവര് കിട്ടിയവര് വേഗം വായിക്കുക. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. വചനമാണോ? വചനമല്ലേ? അടുത്തത് എന്താണ്? ലൂക്ക. അതിനുശേഷം നന്മ. അതല്ല, ലൂക്ക കഴിഞ്ഞാല് പിന്നെ നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. അടുത്തത് എന്താ? വചനമാണോ? എവിടെയാണ്? ലൂക്ക 1:42. എന്താണ്? വചനമാണോ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ. വചനമാണോ? അപ്പൊ ഇപ്പൊ എത്ര വചനമായി?
നന്മ നിറഞ്ഞ മറിയമിൽ ഇപ്പൊ എത്ര വചനം നമ്മൾ പഠിച്ചു? 2 വചനം. ഇനി അടുത്തൊരു വചനം കൂടിയുണ്ട്. അടുത്ത പ്രാർത്ഥന എന്താ? പരിശുദ്ധ മറിയമേ നമ്മൾ ഏറ്റുചൊല്ലി അല്ലെ? പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ. എവിടെ കാണാം? എവിടെ കാണാം? നോക്കി കാണില്ല. ലൂക്ക 1:43 എന്താ പറയണേ? ലൂക്ക 1:43 എന്റെ കർത്താവിന്റെ അമ്മ. ആരാരോട് പറഞ്ഞു? ആരാരോട് പറഞ്ഞു? എലിസബത്ത് പരിശുദ്ധ അമ്മയോട് പറഞ്ഞു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പരിശുദ്ധ അമ്മ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി തന്റെ ബന്ധുവായ എലിസബത്തിന്റെ അരികിലേക്ക് ഓടിയെത്തിയപ്പോൾ, അഭിവാദന സ്വരം കേട്ടപ്പോൾ ആരുടെ ഉദരത്തിൽ കിടന്ന ശിശു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി? എലിസബത്തിന്റെ ഉദരത്തിൽ കിടന്ന ശിശു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. എന്നിട്ട് പറയാണ്, എന്റെ കർത്താവിന്റെ അമ്മ. എലിസബത്ത് എന്റെ കർത്താവിന്റെ അമ്മ എന്ന് പറയും. നമ്മളെന്ത് പറയും? നമ്മളെന്ത് പറയും? പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ. എലിസബത്ത് അങ്ങനെ പറഞ്ഞെങ്കിൽ നമുക്ക് പിന്നെ സംശയമുണ്ടോ? ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എത്ര വചനം നിങ്ങൾ പഠിച്ചു? ഡിഗ്രിക്കാണോ പഠിക്കണേ? ഇപ്പൊ എത്ര വചനം പഠിച്ചു? അല്ല, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിൽ ഇപ്പൊ എത്ര വചനം പഠിച്ചു? 3 അല്ലേ? നമ്മൾ ഒരു ജപമാലയിൽ എത്ര നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലും? ഒരു നന്മ നിറഞ്ഞ മറിയമിൽ എത്ര ഒരു ജപമാലയിൽ എത്ര നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥനയുണ്ട്? 50 ആണോ? 53 × 3 എത്രയായി? 169, 79, 89, 159 നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന പ്ലസ് സ്വർഗ്ഗസ്ഥനെ എന്ന പ്രാർത്ഥന എത്രയുണ്ട്? 30. അപ്പൊ എത്ര വചനമായി? 189ഓളം വചനം 25 മിനിറ്റ് കൊണ്ട് ആവർത്തിച്ച് 189 വചനങ്ങൾ കോർത്തിണക്കിയ മാലയാണ് എന്ത്? ഇനി സംശയമുണ്ടോ? ഇനി ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാനുണ്ടോ? കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. പ്ലസ് നമ്മള് സന്തോഷം. എത്ര? 4 രഹസ്യങ്ങളുണ്ട് അല്ലേ? സന്തോഷം, പിന്നെ അതാണ് സന്തോഷം, പ്രകാശം, ദുഃഖം, മഹിമ അല്ലേ? ഈ 4 രഹസ്യങ്ങളും അറിയാവുന്നവർ എത്ര പേരുണ്ട്? സമ്മാനമുണ്ട്. പറഞ്ഞ സന്തോഷ രഹസ്യം. പരിശുദ്ധ കന്യകാമറിയം ഗർഭം ധരിച്ച് ഈശോയെ പ്രസവിച്ചു. പരിശുദ്ധ കന്യകാമറിയം ഏലിശാമയെ സന്ദർശിച്ച് 3 മാസം അവൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തു. പരിശുദ്ധ കന്യകാമറിയം ഈശോയെ ബെത്ലഹേം നഗരിയിൽ പാതിരാക്കി പ്രസവിച്ചു. പരിശുദ്ധ കന്യകാമറിയം തന്റെ ശിശുവിനെ ശിമിയോന്റെ കരങ്ങളിലൂടെ ദൈവത്തിന് സമർപ്പിച്ചു. 5 പരിശുദ്ധ കന്യകാമറിയം തന്റെ ദിവ്യപുത്രനെ കാണാതെ അന്വേഷിച്ച് 3-ാം ദിവസം ദേവാലയത്തിൽ വെച്ച് കണ്ടെത്തി. ഹല്ലേലൂയ. പ്രകാശ രഹസ്യം പറഞ്ഞേ. ജോർദാൻ നദിയിൽ വെച്ച് സ്നാപകന്റെ കരങ്ങളിൽ മാംസം സ്വീകരിക്കുന്നു. 2 വെള്ളം വീഞ്ഞാക്കുന്നു. 3 താബോർ മല പരസ്യ ജീവിതം ആരംഭിക്കുന്നു. 4 താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുന്നു. 5 ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു. ഓക്കെ. ഇനി അടുത്തത് ഏതാ? ദുഃഖം. 1-ാം രഹസ്യം രണ്ടാമത് പീലാത്തോസിന്റെ അരവിൽ വെച്ച് ചമ്മട്ടിയിൽ അടിക്കപ്പെടുന്നു. 3 മുൾമുടി ചൂടുന്നു. 4 ഭാരമേറിയ കുരിശും വഹിച്ചുകൊണ്ട് കാവുത്തായിലേക്ക് പോകുന്നു. 5 നഗ്നനായി കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഹല്ലേലൂയ. അടുത്തത് മഹിമ. പറ. കർത്താവ് യേശു പീഡ സഹിച്ച് മരിച്ചതിന്റെ 3-ാം നാൾ 2 ഉയർത്തെഴുന്നള്ളിയതിന്റെ 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്യുന്നു. 3 പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധമേ സ്ത്രീകന്മാരെ നിറയുന്നു. 4 സ്വർഗാരോപിതയാവുന്നു. 5 സ്വർഗരാജ്യങ്ങളുടെ രാജ്ഞിയായി മുടി കുത്തുന്നു. ഹല്ലേലൂയ.
20 രഹസ്യങ്ങളിൽ ആദ്യത്തെ 18 വചനം തന്നെയാണ്. ബൈബിളിൽ വ്യക്തമായിട്ട് പറയുന്നു, ആദ്യത്തെ 18 രഹസ്യം വചനമാണ്. 2 സഭ പഠിപ്പിക്കുന്ന വിശ്വാസ സത്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ 25 മിനിറ്റ് കൊണ്ട് ഈ ജപമാല 53 മണികളിൽ ചെല്ലുമ്പോൾ 200-ലും വചനങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കുമ്പോൾ യോഹന്നാൻ 15:3 പ്രകാരം പറയുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ എല്ലാവരും ശുദ്ധി ഉള്ളവരാണ്. ഹല്ലേലൂയ. തുടർന്ന് വരുന്ന ജപമാലയിലെ പ്രാർത്ഥനകളെല്ലാം 1917 ഓയന്റെ യേശുവേ പരിശുദ്ധമ്മ 3 കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അന്ന് പറഞ്ഞ പ്രാർത്ഥനയാണ്. ഓയന്റെ യേശുവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാജ്ഞകളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. അതിനുശേഷം പരിശുദ്ധരാജ്ഞി, എത്രയും ദയുള്ള മാതാവേ. ഇങ്ങനെ സഭയുടെ 2026 വർഷം എടുക്കുമ്പോൾ പ്രിയ കൂട്ടുകാരെ, പാരമ്പര്യമായിട്ട് വിശുദ്ധാത്മാക്കൾ നമ്മൾക്ക് കൈമാറി തന്ന സുഹൃത ജപമാണ് എന്ത് ജപമാല. ഇന്നും ഈ തലമുറയിലുള്ള നിങ്ങളോട് പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ ലോകത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്, അടയാളങ്ങൾ സംഭവിക്കുന്നുണ്ട്, എന്നിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുക? ഇന്ന് പരിശുദ്ധമ്മ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലെ 200-ലധികം സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, രക്തക്കണ്ണീരൊഴുക്കി പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, മക്കളെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് എന്റെ പുത്രനോട് അരികിലേക്ക് വാ. ഏത് തീർത്ഥാടന കേന്ദ്രങ്ങൾ എടുത്താലും ജനങ്ങളുടെ ഒഴുക്കാണ് പ്രിയ കൂട്ടുകാരെ. എവിടെയെങ്കിലൊക്കെ പോയിട്ട് നമ്മൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി പോയിട്ട് ഒരു ആഘോഷം മാറ്റുന്നതിന് പകരം ഒരു ജപമാലയെങ്കിലും മാതാവിന്റെ സമാധാനത്തിനെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ ഒരുങ്ങട്ടെ. ഞാൻ ഇപ്പോഴും പറയുന്നു, 30 ദിവസം നിങ്ങളൊരു ചലഞ്ച് ഏറ്റെടുത്തോ. ഈ ജപമാല ഇത്രമാത്രം അത്ഭുതങ്ങൾ, ആറ്റം ബോംബിനേക്കാളും തകർക്കാൻ മാരക ശക്തിയുള്ള ജപമാല, ആറ്റം ബോംബിനേക്കാളും. ഇന്ന് നരകം ജപമാല ചൊല്ലി തുടങ്ങിയാലേ നമുക്ക് ഉറക്കമൊക്കെ വരില്ലേ? ശരിയല്ലേ? ആണോ? എനിക്ക് വരും, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ജപമാല കരങ്ങളിലെടുത്താലേ വായിക്കോട്ട, പിന്നെ ഇരിക്കണോ കിടക്കണോ നിൽക്കണോ 25 മിനിറ്റ്. പക്ഷെ 2.5 മണിക്കൂർ ഒരു സിനിമ നമ്മൾ കാണാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ക്ഷീണമുണ്ടോ? ജപമാല ശക്തി ഉണ്ടോ ഇല്ല നിങ്ങൾ തെളിയിക്കുക. അതാ ഒരു സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ക്ഷീണമുണ്ടോ? ഇല്ല. പക്ഷെ ഒന്ന് ജപമാല കരങ്ങളിലെടുത്ത് ഇപ്പൊ വേണമെങ്കിൽ നമ്മൾ ചൊല്ലാം. എത്ര പേര് ഇതില് കറക്റ്റായിട്ട് ചൊല്ലുന്നത് നമുക്കറിയാൻ പറ്റും. അത്രമാത്രം നരകം ഞെട്ടിവിറയ്ക്കുന്ന പ്രാർത്ഥനയാണ് എന്ത് ജപമാല. നരകം ഞെട്ടിവിറയ്ക്കുന്ന പ്രാർത്ഥന. കാരണം പരിശുദ്ധമ്മ തോമസ് ബ്രദർ പറഞ്ഞു, ഉൽപ്പത്തി 3:15 പിതാവായ ദൈവം സാത്താനെ പരിശുദ്ധമ്മയെ സാക്ഷി നിർത്തി വെല്ലുവിളിക്കുന്നുണ്ട്. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. ഇന്ന് ഈ സ്ത്രീയായ അമ്മയോട് പ്രാർത്ഥിക്കുന്ന ഏതെല്ലാം ദൈവങ്ങളുണ്ടോ അവിടെയെല്ലാം സാത്താൻ ഇടപെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ക്ഷീണം വരുന്നത്. ഹല്ലേലൂയ. ദൈവവചനം ആവർത്തിച്ച്. പക്ഷേ പ്രിയ കൂട്ടുകാരെ, നിങ്ങളൊന്ന് ചിന്തിച്ചോ, നിങ്ങളൊരു തീരുമാനമെടുത്തോ. ലോകത്തിൽ എന്തുമാത്രം എവിടെയൊക്കെ പോയാലും ഒരു സന്തോഷം നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തില്ല. പക്ഷേ ഒരു ജപമാലയെങ്കിലും ദിവസം ഒന്ന്. വിശുദ്ധ പാദ്രി പിയോ കിടക്കുന്നതിന് മുമ്പ് 28ഓളം ജപമാല. ആ വ്യക്തികളെ എന്തുമാത്രം തിരക്കണം എന്നറിയാമുണ്ടായിരുന്നു. എന്നിട്ട് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ദിവസവും 28ഓളം ജപമാല ചൊല്ലിയിട്ട് പാദ്രി പിയോ കിടക്കാറുണ്ട്. അത്രേ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കൂടപ്പിറപ്പായിരുന്നു ജപമാല. ഫ്രാൻസിസ് മാർപ്പാപ്പ കൊറോണയുടെ സമയത്ത് ഈ ജപമാല വിളിച്ച് റോമിന്റെ തെരുവീതികളിൽ കൂടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കാഴ്ച ലോകം കണ്ടതാ. നിങ്ങൾ എവിടെയൊക്കെ പോയാലും ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയാലും ഇതുപോലൊരു പ്രാർത്ഥനയുടെ ശക്തി നമുക്ക് കിട്ടില്ല പ്രിയ കൂട്ടുകാരെ. ഇതൊരു കൂടപ്പിറപ്പാക്കിക്കോ. ലോകത്തിൽ എന്ത് മാറ്റം സംഭവിച്ചാലും എനിക്ക് എന്ത് മാറ്റം വന്നു എന്നാണ് ചോദ്യം. എന്നിൽ എന്ത് മാറ്റം സംഭവിച്ചു? ഹല്ലേലൂയ.